ജിൻഡോയുടെ ഗ്യാസ് കേസ് കുത്തിപ്പൊക്കി നോറ. അതെ, റാങ്കിങ് ടാസ്കിനകത്ത് ഇന്നലെ ഞാൻ പറഞ്ഞിരുന്നു, ഒന്നുകിൽ ഇന്ന് ജിൻഡോയ വീട്ടുകാരിട്ട് വളഞ്ഞാക്രമിച്ച് പുറത്ത് ഈ സപ്പോർട്ട് എല്ലാം കൂടി ജിൻഡോ തന്നെ വിന്നർ എന്നുള്ള ലെവൽ വരും. ഇല്ലെങ്കിൽ ഇന്ന് ജിൻഡോ പൊളിയും. പക്ഷെ ഇപ്പം പൊളിഞ്ഞു നിൽക്കുന്ന അവസ്ഥയാണ്. കൂട്ടയടിയാണ് റാങ്കിങ് ടാസ്കിൽ. ഫസ്റ്റ് പൊസിഷനിൽ നിൽക്കാൻ ജിൻഡോ, നന്ദന, അപ്സര ഇവരാണ് അവിടെ അടിപിടി. ജിൻഡോയ്ക്ക് ഒരു കാരണവശാലും വീട്ടുകാർ വിട്ടുകൊടുക്കില്ല. നന്ദന പറയുന്നത് അക്സെപ്റ്റ് ചെയ്യാനേ പറ്റാത്ത റീസൺസ് ആണ്. അപ്സര പറഞ്ഞതിന് ആരും ഡിഫെൻഡ് ചെയ്തില്ല, ഒന്നും വേണ്ടിയിട്ടില്ല. ഇതിൻ്റെ കൂട്ടത്തിൽ കൂടി 6ാം പൊസിഷനിൽ അടി കൂടാൻ വേണ്ടി ശ്രീതുവും സായും. ശ്രീതു വാ തുറന്ന്, അതെ, ജിൻഡോ പൊളിഞ്ഞ് ജിൻഡോയുടെ ഗ്യാസ് കേസ് കുത്തിപ്പൊക്കി, ജിൻഡോയുടെ നിലവാരം ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് കുത്തിപ്പൊക്കി. ആകെ മൊത്തം ഇപ്പം പ്രശ്നങ്ങളാണ് ലൈവിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ടാസ്ക് റദ്ദാക്കാനുള്ള സാധ്യതകളൊക്കെ കാണുന്നുണ്ട്. കാരണം അങ്ങും ഇങ്ങും എത്തുന്നില്ല, ഒരിടത്ത് എത്തുന്നില്ല ടാസ്ക്. എന്താണ് ലൈവിൽ നടന്നുകൊണ്ടിരിക്കുന്നത് പറയാം. വെൽക്കം ബാക്ക് ടു അൻസിഫ് മൂൺലൈറ്റ് മീഡിയ. ഐ ആം അൻസിഫ്. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അപ്പോൾ റാങ്കിങ് ടാസ്ക്, മറ്റ് മത്സരാർത്ഥികളെക്കാൾ 1ാം സ്ഥാനത്ത് നിന്ന് നിങ്ങൾ ഓരോരുത്തരും എത്രത്തോളം കഴിവും യോഗ്യതയും ഉള്ളവരാണെന്ന് സ്വയം തെളിയിക്കാൻ ഇതാ ഒരു അവസരം. വിട്ടുകൊടുക്കുന്നതിലല്ല, നേടിയെടുക്കുന്നതിലാണ് കാര്യം. നമ്മളെ കഴിഞ്ഞ സീസണൊക്കെ പോലെ തന്നെയാണ്. നിങ്ങൾ പുറത്ത് ഗാർഡൻ ഏരിയയിൽ പെഡസ്റ്റൽ വെച്ചിട്ടുണ്ട്. പെഡസ്റ്റലിന് അവിടെ പോയി നിന്നുകൊണ്ട് നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് ആ പൊസിഷൻ അവിടെ നിൽക്കാൻ അർഹതപ്പെട്ടത് എന്നുള്ള കാര്യം, നിങ്ങൾ എന്താണ് അതിന് മാത്രം അവിടെ ചെയ്തത് എന്നുള്ള കാര്യം പറയണം. അത് ബാക്കിയുള്ളവർ എങ്ങനെ അക്സെപ്റ്റ് ചെയ്യുമെന്നും പോലെ ഇരിക്കും. അല്ലാതെ ബിഗ് ബോസ് പറയുന്നില്ല ഭൂരിപക്ഷമാണ് അതാണ് ഇതാണെന്നും. ബസർ ടു ബസറാണ്. സെക്കൻഡ് ബസർ അടിക്കുമ്പോഴത്തേക്കും എല്ലാം ഫിനിഷ് ആയിരിക്കണം എന്നാണ് പറയുന്നത്. ഫസ്റ്റ് തന്നെ നന്ദന പോയി ഇവിടെ നിൽക്കുന്നു. ഞാനിവിടെ നിൽക്കാൻ അർഹയാണ്. കാരണം ഇവിടെ എല്ലാവരും പൈസ വേണ്ട എന്ന് പറയുന്നുണ്ട്. എനിക്ക് പൈസ വേണം, എനിക്ക് വീടില്ല. അപ്പോൾ അതുകൊണ്ട് എനിക്ക് വീട് വെക്കാൻ വേണ്ടി, എൻ്റെ അമ്മയുടെ കടം വീട്ടാൻ വേണ്ടി എനിക്ക് പൈസ വേണം, എനിക്ക് ചെയ്യാൻ പറ്റുന്നതെല്ലാം ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ പൊസിഷനിൽ നിൽക്കുന്നത്. ഇത് എന്തൊരു വാദമാണ്? പൈസ വേണം, എനിക്ക് പൈസ ആവശ്യമുണ്ട്, ഇവിടെ ഉള്ള ആർക്കും പൈസ വേണ്ട, എനിക്ക് പൈസ ആവശ്യമുള്ളതുകൊണ്ട് ഞാൻ 1ാം സ്ഥാനത്തിന് അർഹയാണ്, യോഗ്യതയാണെന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിൽക്കുന്നത്. അത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ സ്റ്റേറ്റ്മെൻറ്റ് യോജിക്കാൻ പറ്റത്തില്ല. അത് ശരിയായിരിക്കാം, ജെനുവിനിറ്റി ആയിരിക്കും. പക്ഷേ ആ സ്റ്റേറ്റ്മെൻറ്റ് ബിഗ് ബോസിൽ എന്ത് നമ്മൾ ചെയ്തു എന്നുള്ളതാണ് നമ്മൾ ആ ഫസ്റ്റ് പൊസിഷനിൽ നിൽക്കാൻ യോഗ്യത. അല്ലാതെ ഈ പറയും പോലെ എനിക്ക് പൈസയുടെ ആവശ്യമുണ്ട്, ബാക്കിയുള്ളവരെ പോലെ അല്ല ഞാൻ എന്ന് പറയുന്ന സാധനം അല്ല. മനസ്സിലായില്ലേ? അപ്പം ഈ സാധനം വീട്ടുകാർ ഫുൾ ഒപ്പോസ് ചെയ്യാണ്. നന്ദന ഈ പറയുന്ന പോലെ പൈസയ്ക്ക് എല്ലാവർക്കും ആവശ്യമുണ്ട്, എല്ലാവരും വന്നിരിക്കുന്ന പൈസയ്ക്ക് തന്നെയാണ്. പൈസ വേണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൈസയാണ് എല്ലാവർക്കും വേണ്ടത്. അപ്പം നന്ദന പറഞ്ഞു, നിങ്ങൾക്ക് അവിടെ സിനിമ നടനാവണം, ഫെയിം വേണം, അത് ആ വർക്ക് കിട്ടണം, ഈ വർക്ക് കിട്ടണം, എനിക്ക് എൻ്റെ വീട്ടിലെ കടം തീർക്കണമെന്നാണ്, അല്ലാതെ വേറൊന്നുമല്ല, എനിക്കൊരു വീട് വെക്കണം എന്നാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ പ്ലാറ്റ്ഫോമിൽ വന്ന് നിൽക്കുന്നത്. പക്ഷേ ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നന്ദന എന്ത് ചെയ്തു എന്ന് വീട്ടുകാരെ വീണ്ടും ചോദിക്കുന്നുണ്ട്. അത് ഞാനിവിടെ പാട്ട് പാടി, ഞാനിവിടെ ഡാൻസ് കളിച്ചു, ഞാനിവിടെ ടാസ്ക് ചെയ്തു. അപ്പം നന്ദന എന്ത് മെസ്സേജാണ് പ്രേക്ഷകർക്ക് കൊടുക്കുന്നത്? സിജോ പോയിന്റുകളും കൊണ്ട് സിജോ എന്ത് മെസ്സേജാണ് പ്രേക്ഷകർക്ക്? അത് ഞാൻ ജെനുവിനിറ്റി കാണിച്ചതല്ല. എന്താണ് നന്ദന കൊടുക്കുന്നത്? അങ്ങനെ നന്ദനയുടെ വാദം അങ്ങനെ തന്നെ നിൽക്കുന്നു. അത് പറ്റുന്നില്ല. അടുത്ത് ജിൻഡോ, ഞാൻ ഇവിടെ ഒരു വൃത്തികേടുകളും പറഞ്ഞിട്ടില്ല, ആരെയും ഒന്നും പറഞ്ഞിട്ടില്ല. ഒരു തവണ എന്നെ ലാലേട്ടൻ പുറത്താക്കിയതിന് ശേഷം വീണ്ടും ഞാൻ വന്നിട്ട് ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പോഴുണ്ട് സിജോ, ജാസ്മിൻ, നോറ ഇവരെല്ലാം കൂടെ ഇളവിക്കൊണ്ട് ജിൻഡോയുടെ മണ്ടയിലോട്ട് വരുന്നു. അവർ പറയാണ്, ജിൻഡോയെ പോലെ ഒരു വൃത്തികെട്ട ഇതുപോലെ വളിച്ച ഗെയിം ഇവിടെ കളിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്ക് പറ്റത്തില്ല. സിജോ പറയണം, ജിൻഡോ ഈ ഫസ്റ്റ് പൊസിഷനിൽ നിൽക്കുകയാണെങ്കിൽ ബിഗ് ബോസ് എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമിനെ ഒരർത്ഥവും ഇല്ല, അത്രയ്ക്ക് നശിച്ചു പോകും. അമ്മാതിരി ബിഗ് ബോസ് ഇന്ത്യൻ ബിഗ് ബോസിൽ 58 സീസൺ നടന്നതിൽ ഏറ്റവും വൃത്തികെട്ട ചീപ്പ് ഗെയിം, ഊള ഗെയിം കളിച്ചുകൊണ്ടിരിക്കുന്നത് ഈ പറയുന്ന ജിൻഡോയാണ്. അപ്പം നോറ, നിങ്ങൾ സ്ത്രീകൾക്ക് വിരുദ്ധമായിട്ടാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് സ്ത്രീകളെ ബഹുമാനമില്ല, സ്വന്തം കാര്യത്തിന് വേണ്ടി ആരെയും വെട്ടി വീഴ്ത്തും എന്ന് പറഞ്ഞ ആളാണ് നിങ്ങൾ. അപ്പോൾ ജാസ്മിൻ, ഇയാളുടെ പ്രതികരണങ്ങൾ അത് ഏത് രീതിയിലാണെന്ന് നമുക്കറിയാലോ. ഇയാളുടെ നിലവാരം നമ്മൾ കണ്ടതാണ്. നോറ ഇയാളോടൊരു കാര്യം ചോദിച്ചപ്പോൾ ഇയാൾ എങ്ങനെയാണ് പ്രതികരിച്ചതെന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം. അപ്പോൾ അതുകൊണ്ട് ഇയാളുടെ നിലവാരത്തിൻ്റെ കാര്യം പറയണ്ട. ഇയാൾ വൃത്തികെട്ട രീതി സംസാരിച്ചില്ലെന്ന് പറഞ്ഞാൽ ഇതെന്താ നല്ല രീതിയാണോ ഈ കാണിക്കുന്നത് എന്ന് ജാസ്മിൻ ചോദിക്കുന്നു. അപ്പോൾ നോറ, അതെ, ഇങ്ങളത് കാണിച്ചു, ഇങ്ങൾ അങ്ങനെയാണ് പെരുമാറിയത്, ഇങ്ങടെ നിലവാരം അതാണ്. ജിൻഡോയ്ക്കും കൊടുക്കുന്നില്ല. അപ്പം ജിൻഡോ ഈ പറഞ്ഞ കണക്ക് ഞാൻ പറഞ്ഞില്ല, ഈ റാങ്കിങ് ടാസ്ക് വരുമ്പം തുടക്കം മുതൽ അവസാനം വരെയുള്ള പ്രശ്നങ്ങൾ അവർ എടുത്തിടും. അപ്പോൾ ഈ പ്രശ്നം എടുത്തിടുമ്പോൾ ഇതിനകത്ത് നമ്മൾ ചെയ്തിട്ടുള്ള നെഗറ്റീവ് കാര്യങ്ങൾ, വേറെ എല്ലാവരും നെഗറ്റീവ് ചെയ്തിട്ടില്ലെന്നല്ല, എല്ലാവരും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ നെഗറ്റീവ് കാര്യങ്ങൾ ബാക്കിയുള്ളവർ പറയുമ്പോൾ ഇത് പ്രേക്ഷകർ പോയിന്റ് ചെയ്യും, ഇയാൾ ഇങ്ങനെ ചെയ്തിട്ടുണ്ട്, അങ്ങനെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ജിൻഡോയ്ക്ക് ആ പൊസിഷൻ അവർ കൊടുക്കുന്നില്ല. ഇതേ സമയം അപ്സര പറയുന്നു, ഞാനിവിടെ വന്നത്, ഞാനിവിടെ പാട്ട് കളിച്ചിട്ടുണ്ട്, അനുസരിച്ച് അപ്സര ആരും ഒന്നും പറയണില്ല, എനിക്ക് അപ്സര പറയുന്നത് എനിക്ക് വാല്യൂ ആയിട്ട് തോന്നുന്നുമില്ല, അപ്സര പറഞ്ഞതും ആരും കാര്യമാക്കുന്നില്ല. ദെൻ അപ്പോൾ സായി, നിങ്ങളിവിടെ ഇങ്ങനെ നടന്നുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഒന്നും ആവില്ല. 6ാം പൊസിഷന് വേണ്ടി ഞാനും ശ്രീതുവും കൂടി വാദിക്കുകയാണ്.
സായി പറയാണ് ഞാനിവിടെ വന്നു, ഞാൻ ഗെയിം കളിക്കുന്നുണ്ട്, ഞാൻ സീക്രട്ട് ഏജൻ്റ് ആയിട്ടല്ല അവിടെ നിൽക്കുന്നത്, സായി ആയിട്ടാണ്. ശ്രീതു ഈ പൊസിഷനിൽ നിൽക്കുന്നതിനേക്കാളും ഞാൻ അർഹനാണെന്ന് പറഞ്ഞുകൊണ്ട് സായിയുടെ പോയിന്റ്സ് നിർത്തുന്നുണ്ട്. അപ്പോൾ ശ്രീതു நான் வந்து தொடக்கத்தில் எனக்கு வந்து கொஞ்சம் லாங்குவேஜ் ப்ராப்ளம்ஸ் எல்லாம் இருந்தது. ஆனால் இப்போ எல்லாம் வந்து நான் வந்து ரொம்ப நல்லாவே கம்யூனிகேஷன் போய்கிட்டே இருக்கு. நான் வந்து இந்த டாஸ்க்கு கழிச்சிட்டேன், வந்து நல்லாவே பிஹேவ் பண்ணிட்டேன், நான் ஜெனுவினா தான் இங்கே நிற்கிறேன். അപ്പോൾ ബാക്കിയുള്ളവർ ജെനുവിനാ നീ ഇവിടെ എന്ത് ടാസ്ക്കാണ് കളിച്ചത്? നീ ഇവിടെ ഗ്രൂപ്പ് ടാസ്ക് അല്ലേ കളിച്ചത്? അപ്പം ഞാൻ എന്ത് ടാസ്ക് കളിച്ചത് എന്നോട് മാറ്റർ താനേ, അത് വന്ന് എന്നോട് ഗെയിം ഗെയിമാ, ഇതാണോ നിൻ്റെ ഗെയിം? ഇങ്ങനെയാണോ നീ ഗെയിം കളിക്കുന്നത്? നിൻ്റെ ഗെയിം ഇങ്ങനെയാണോ? ഇതാണോ ഗെയിം? ഇത് ഗെയിമായിരുന്നാ? ഈ കാണിക്കുന്നതൊക്കെ ഗെയിം എല്ലാവരും കൂടെ വളയുന്നു. ശ്രീധുവിനുള്ള നിൽക്കാൻ യാതൊരുവിധ യോഗ്യതയില്ല. ശ്രീധു ഒറ്റയ്ക്ക് കളിച്ചിട്ടില്ല, ശ്രീധുവിന് ഒറ്റയ്ക്ക് കളിക്കാൻ അറിയില്ല, ശ്രീധുവിന് ലാംഗ്വേജ് ഇഷ്യൂ ഉണ്ട്, ശ്രീധു ഒന്നും ചെയ്യുന്നില്ല, വെറുതെ നടക്കുന്നു. ഞാൻ എന്ത് വെറുതെ നടന്നു സെട്ടാ നിങ്ങൾ പറയുന്നത്? നിങ്ങൾ അപ്പോൾ സിജോ ആട്ടിരുന്നു ശ്രീധുവിനോട് നിൽക്കാൻ ഒരു അർഹതയില്ല, അതിനേക്കാളും അർഹത സായിക്കാണ്. ഓണ നീങ്ക വന്ന് ரொம்ப பெரிய വലിയ ആള് வந்து இந்த 6 பொசிஷன் எனக்கு சாய் நிற்கிறதுக்கு நீங்க வந்து குரூப் டாஸ்க் கழிச்சில்லையா? அந்த டைமண்ட் அடிக்கிறதுக்காக, அந்த பணப்பட்டி டாஸ்க்குக்காக எல்லாமே நீங்க வந்து குரூப் டாஸ்க் பண்ணிக்கிட்டே இருக்கு. അപ്പം സിജോ വേണ്ട, നീ ഇവിടെ നിൽക്കാൻ അർഹയല്ല, ഇവിടെ നിൽക്കാൻ അർഹൻ സായിയാണ്, നിന്നെക്കാളും അർഹൻ സായിയാണ് ഈ പൊസിഷൻ നിൽക്കാൻ. അതുകൊണ്ട് നീങ്ക എപ്പടി ചൊല്ലുമ്പോൾ സായി ഫിഫ്ത്തുക്കുള്ള വരാതിരിക്ക വേണ്ടിയിട്ടല്ലേ നിങ്ങൾ അപ്പടി പറഞ്ഞത്? അപ്പം സിജോ അപ്പം 5-ൽ വന്നാലും 5-ൽ വന്നില്ലെങ്കിലും 5 പേരെ ഇവിടെ ലാസ്റ്റ് ദിവസം കാണത്തുള്ളൂ. അന്ത 5 പേരിലും അല്ല, ആ 5 പേരിലും വേണ്ട എന്ന് സിജോ പറയാണ്. അപ്പോൾ അവൻ 6-ൽ നിന്നോട്ടെ. அவ ஸ்ரீது நீங்கள் அப்படியெல்லாம் வந்து சொல்லும்போது நான் எப்படி இந்த நீங்கள் പറയുമ്പോൾ நான் கேட்கணும். சிஜோவில் நான் நீங்கள் வந்து எல்லாமே குரூப் டாஸ்க் பண்ணும்போது எனக்கு வந்து ஓரோ டாஸ்கில் நீங்கள் வந்து குரூப் ஆகிட்டு இண்டிவிஜுவல் டாஸ்க்கு தரும்போது நீங்கள் 2 பேர் வந்து குரூப் ஆகிட்டு கழிச்சிட்டுங்க. அது எதுக்காக நீங்கள் அப்படி ப்ளே ചെയ്ത്? അപ്പോൾ നിങ്ങൾക്ക് ഏதாவது ഇൻഡിവിജ്വാലിറ്റി இருக்கா? ശ്രീതു പറയുന്ന പോയിൻ്റാണ്. പക്ഷേ ശ്രീതു പറഞ്ഞു അപ്പം നീ അത് പറയണ്ട, നീ ഇവിടെ എന്താണ് ചെയ്തത്? അപ്പം സായി മാണിക്യം എടുക്കുന്ന ടാസ്കിൽ നിന്നെ അതിനകത്ത് നിർത്തിയിട്ട് നീ അതെടുത്തോ? ഞാൻ എടുത്തു. നീ അത് എടുത്തിട്ട് എന്ത് ചെയ്തു? അർജുൻ കൊടുത്ത് ഞാൻ കൊടുത്തു. അത് വന്ന് നമ്മുടെ ഗ്രൂപ്പ് പ്ലാൻ താനേ. ഗ്രൂപ്പ് പ്ലാനാ. ഇൻഡിവിജ്വൽ ടാസ്കിൽ നിനക്ക് എന്ത് ഗ്രൂപ്പ് പ്ലാൻ? അല്ല, അത് വന്ന് ഗ്രൂപ്പ് ടാസ്ക് ഗ്രൂപ്പ് ടാസ്ക് അല്ല, അത് ഗ്രൂപ്പ് ടാസ്ക് അല്ല, അത് ഇൻഡിവിജ്വൽ ആയിട്ട് മാണിക്യം മോഷ്ടിക്കാനുള്ള ഞാൻ അപ്പടി കൊടുത്തു. അത് വന്ന് ഗ്രൂപ്പ് ടാസ്ക്. നിങ്ങൾ വന്ന് അപ്പടി ചെയ്യുമ്പോൾ നമുക്ക് വന്ന് അപ്പടി ചെയ്ത് കൂടാതാ? അപ്പം അർജുൻ ശരിയും മിണ്ടുന്നില്ല, ഗുണവും മിണ്ടുന്നില്ല, ദോഷവും മിണ്ടുന്നില്ല. അർജുൻ ഇങ്ങനെ പഞ്ചപുച്ഛ മടക്കി ഇങ്ങനെ എനിക്കൊരു പിടിയും കിട്ടുന്നില്ല. അപ്പം ശ്രീധുവിന് എത്ര പേർ സ്റ്റാൻഡ് പറയുന്നു, സായിക്ക് എത്ര പേർ സ്റ്റാൻഡ് പറയുന്നു എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ കുറച്ച് പേരൊക്കെ കൈ വെക്കുന്നുണ്ട്. സായിക്കാണ് കൂടുതലും പോകുന്നത്. അർജുൻ ഒരു അഭിപ്രായമില്ല, ഒന്നും മിണ്ടുന്നില്ല. എനിക്ക് അറിയില്ല അർജുൻ്റെ ഗെയിം എങ്ങോട്ടാണ് പോകുന്നത്, എനിക്കൊരു പിടിയുമില്ല. അപ്പം ഇങ്ങനെയാണ് ഇപ്പോൾ ലൈവിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരു തീരുമാനമായിട്ടില്ല, ഒരു പൊസിഷന് വേണ്ടിയിട്ടും ഒരു തീരുമാനമായിട്ടില്ല. നടക്കട്ടെ, ടാസ്കിൽ അടി പൊട്ടിക്കൊണ്ടിരിക്കുകയാണ്. അടുത്ത അപ്ഡേറ്റുകളും വിശേഷങ്ങളും ഒക്കെ ആയിട്ട് ഞാൻ വരാം. അപ്പോൾ അതുവരേക്കും ബൈ ആൻഡ് ടേക്ക് കെയർ.